വയനാട് നടന്നിട്ടുണ്ട്. വയനാട് സംഭവത്തിൻ്റെ ദുഃഖത്തിലാണ് നമ്മളെല്ലാവരും. ഇവിടെ നമുക്ക് മാത്യു മാഷ് നഷ്ടപ്പെട്ടു. ഒരുപാട് വീടുകൾ തകർന്നു, പാലങ്ങൾ തകർന്നു, കലുങ്കുകൾ തകർന്നു, വാഹനങ്ങൾ തകർന്നു, കൃഷി നാശം സംഭവിച്ചു, പല രേഖകളും നഷ്ടപ്പെട്ടു തുടങ്ങി നിരവധി കെട്ടിടങ്ങൾ തകർന്നു. നിരവധി പ്രയാസങ്ങളാണ് ഇവിടെ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടായത്. വയനാട് സംഭവത്തിൻ്റെ ഭാഗമായി നമ്മളെല്ലാവരും മനസ്സ് അവിടെയായിരുന്നു. ഒരുപക്ഷെ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഈ സംഭവത്തിൻ്റെ അത്രത്തോളമുള്ള ഗൗരവമുള്ള സ്ഥിതി മാധ്യമങ്ങളിലും പുറത്തേക്കും വന്നിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം. ഇവിടെ കാഷ്വാലിറ്റി, മനുഷ്യൻ്റെ അപകടം കുറവാണ് എന്നുള്ളത് മാറ്റി നിർത്തിയാൽ വലിയ നിലയിലേക്കുള്ള നാശനഷ്ടങ്ങളും ജനങ്ങൾക്ക് പ്രയാസവുമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഇതിന് പരിഹാരം കാണാൻ എല്ലാ നിലയിലും ഇടപെടുമെന്ന് ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ MLA, ഇവിടുത്തെ MP, ജില്ലാ കലക്ടർ, ജില്ലാ പഞ്ചായത്ത്, പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ഇവിടെയുണ്ട്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് ഇതിന് പരിഹാരം കാണാൻ വേണ്ടി ഇടപെടുന്നത്. പുനരധിവാസം ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. പുനരധിവാസം എങ്ങനെ വേണമെന്നുള്ളത് എല്ലാവരുമായി ചർച്ച ചെയ്യും. അതിൽ പ്രധാനമാണ് ഇവിടെ ഇപ്പോൾ ക്യാമ്പിൽ കഴിയുന്ന ഈ പ്രയാസം അനുഭവിച്ച കുടുംബാംഗങ്ങൾ. അവരുടെ കൂടി അഭിപ്രായം അതിലെടുക്കേണ്ടത് പരമപ്രധാനമാണ്. അവരുടെ അഭിപ്രായം എടുക്കണം, മറ്റെല്ലാ വശങ്ങളും പരിശോധിക്കണം. പല നിലയിലും ഇപ്പോൾ ആളുകൾ ഇതിനെ സഹായിക്കാൻ തയ്യാറായി വന്നിട്ടുണ്ട്. MLAയുടെ അടുത്ത ആളുകൾ സഹായത്തിന് തയ്യാറായി വന്നിട്ടുണ്ട്. MP അടുത്ത ആളുകൾ സഹായം ചെയ്യാൻ തയ്യാറായി വന്നിട്ടുണ്ട്. അവരൊക്കെ തന്നെ വീടുകൾ ഇതിൻ്റെ ഭാഗമായി ഓഫർ ചെയ്തിട്ടുണ്ട്. മറ്റ് ജില്ലാ പഞ്ചായത്ത് ഇതിൻ്റെ ഭാഗമായി സഹായം ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എല്ലാത്തിനും ഒരു പൊതു സംവിധാനം വേണം, ഒരു സിംഗിൾ വിൻഡോ വഴി കാര്യങ്ങൾ നടക്കണം എന്നുള്ളതാണ് ഞങ്ങൾ ഐക്യകണ്ഠേനെടുത്ത തീരുമാനം. അതെങ്ങനെയാണെന്നുള്ളത് ആലോചിക്കണം, എവിടെയാണെന്നുള്ളത് ആലോചിക്കണം. അതൊക്കെ ഞങ്ങൾ ഉടനെ തന്നെ ജില്ലാ കലക്ടർ ഒരു റിപ്പോർട്ട് ഇതുമായി ബന്ധപ്പെട്ട് ശേഖരിച്ച് ഞങ്ങളെല്ലാവരും ഇരുന്ന് ഇവിടെയുള്ളവരുമായി ചർച്ച ചെയ്തതിന് ശേഷം ഒരു തീരുമാനം കൈക്കൊള്ളും. ഇതിൽ ഡോക്യുമെൻറ്റ്സ് നഷ്ടപ്പെട്ട വിഷയമുണ്ട്. അതിന് സ്പെഷ്യൽ അദാലത്ത് തന്നെ നമുക്ക് വെക്കേണ്ടതുണ്ട്. ചില അടിയന്തര ഡോക്യുമെൻറ്റ്സ് നഷ്ടപ്പെട്ടത്, ശ്രദ്ധയിൽപ്പെട്ടത് പരിഹരിക്കാൻ ഇടപെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസം, ക്യാമ്പിലുള്ളതിൽ നിരവധി കുട്ടികളുണ്ട്. അവരുടെ വിദ്യാഭ്യാസം ഇപ്പോൾ തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഒരു കാരണവശാലും പ്രയാസം അവർ അനുഭവിക്കരുത്. ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയോട് ഞങ്ങൾ സംസാരിക്കും. ഓൺലൈൻ വിദ്യാഭ്യാസം ഉൾപ്പെടെ പെട്ടെന്ന് എന്ത് നൽകാൻ പറ്റുമെന്നുള്ളത് ആലോചിക്കും. അവരുടെ നഷ്ടപ്പെട്ട പുസ്തകം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് നൽകുന്ന സ്ഥിതി ഉണ്ടാകും. എല്ലാ നിലയിലും അതിൽ ഇടപെടലുണ്ടാകും. ഈ പുനരധിവാസം വരെയുള്ള ഇവരുടെ